20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സൊസൂറിന്റെയും അമേരിക്കയിൽ ബ്ലൂംഫീൽഡിന്റെയും സിദ്ധാന്തങ്ങളെ തുടർന്നുണ്ടായ ഭാഷാ അപഗ്രഥന തത്വസംഹിതയാണ് ഘടനാത്മക ഭാഷാശാസ്ത്രം. ഫെർഡിനാൻഡ് ഡി സൊസൂർ അവതരിപ്പിച്ച ചില പരികല്പനകളാണ് ഘടനാവാദത്തിന് വിത്തുപാകിയത്. ഈ ഭാഷാശാസ്ത്ര പരികല്പനകൾ പിന്നീട് സാഹിത്യം, നരവംശശാസ്ത്രം, മനഃശാസ്ത്രം മുതലായ മറ്റ് സംസ്കാര പഠന മേഖലകളെയും ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. ഭാഷാശാസ്ത്രത്തിൽ ഘടനാവാദത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത് പ്രാഗിൽ വെച്ചായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തിൽ പ്രാഗ് നഗരം ഭാഷാ ഗവേഷണത്തിന്റെ സ്ഥിരകേന്ദ്രമായി തീർന്നു. ഭാഷാശാസ്ത്ര രംഗത്ത് അത്ഭുതപൂർവമായ പുരോഗതി ഉണ്ടാവുകയും അത് സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാകുകയും സുപ്രധാനങ്ങളായ പല ആധുനിക സിദ്ധാന്തങ്ങളും പദ്ധതികളും രൂപം കൊള്ളുകയും ചെയ്ത കാലമായിരുന്നു ഇത്. ഈ സംഭവ വികാസങ്ങളിൽ പലതിനും നേതൃത്വം വഹിച്ചത് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സ്കൂൾ എന്നറിയപ്പെടുന്ന ഭാഷാ ഗവേഷകർ